ജപ്പാൻ ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ടൊയോട്ട, ഹോണ്ട, നിസാൻ ആയിരിക്കും. പക്ഷേ എല്ലാ രാജ്യങ്ങളിലെയും നിസാൻ്റെ പ്രസൻസ് കുറച്ച് കയറി ഇറങ്ങിയിരിക്കും. തൽക്കാലം ഇന്ത്യയിലെ പ്രസൻസ് ഇച്ചിരി താന്നിരിക്കുക എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം വേറൊന്നുമല്ല, നല്ല നല്ല മോഡലുകൾ അവർ ഇന്ത്യയിലോട്ട് അവതരിപ്പിക്കാറില്ല. ഇനി എന്തെങ്കിലും നല്ല മോഡൽ അവതരിപ്പിച്ചാൽ തന്നെ അതിൻ്റെ വില ഭയങ്കര മേളിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഫുൾ ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. റീസെൻ്റ്ലി എക്സ്ട്രയിൽ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം മുമ്പ് വിൽപ്പനയൊക്കെ നിർത്തിയ ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു മോഡൽ അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ് തന്നെയായിരുന്നു. നല്ല വിലയ്ക്ക് 50-55 ലക്ഷം രൂപയ്ക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് റോഗിൻ്റെ നോർത്ത് അമേരിക്ക കിട്ടുന്നതാണ് അവിടെ ഇറക്കി വിട്ടേക്കുന്നത്. പക്ഷേ അതേസമയം നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ടൊയോട്ട RAV4നോടും ഹോണ്ട CR-Vയോടും ഒക്കെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു മോഡലാണ് റോഗ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് റോഗിൻ്റെ പ്ലാറ്റിനം വെർഷനാണ്. പ്ലാറ്റിനം എന്ന് പറയുന്നത് റോഗിൻ്റെ ലൈനപ്പിലത്തെ ഏറ്റവും ടോപ്പ് ട്രിമാണ്. പ്ലാറ്റിനത്തിൽ തന്നെ 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്, പ്ലാറ്റിനവും പ്ലാറ്റിനം ടെക് പാക്കേജും. റോഗിൻ്റെ ലൈനപ്പ് ഓരോ വർഷവും മാറി മാറി വരും. ഇത് ഞാൻ 2025 കനേഡിയൻ മാർക്കറ്റിലെ ലൈനപ്പാണ് പറയുന്നത്. അടുത്ത കാലം വരെ റോഗിൽ 2 എഞ്ചിൻ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. 2.5 ലിറ്റർ എഞ്ചിനും 1.3 ലിറ്റർ എഞ്ചിൻ. ഇതിൽ 2.5 ലിറ്റർ എഞ്ചിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിൽ 1.5 ലിറ്റർ ടർബോ ചാർജഡ് ആണ്. ഈ 2.5 ലിറ്റർ എഞ്ചിനാണ് കാലാകാലങ്ങളായിട്ട് എല്ലാ റോഗിലും കണ്ടുകൊണ്ടിരുന്നത്. 180 ഹോഴ്സ് പവറും 181 പൗണ്ട് ഫീറ്റ് ടോർക്കുമായിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 1.5 ലിറ്റർ എഞ്ചിൻ ഒരു വലിയൊരു ട്വിസ്റ്റുമായിട്ടാണ് വന്നത്. ഇതിന് പവർ കൂടുതലായിരുന്നു, 201 ഹോഴ്സ് പവറും ഉണ്ട്, ടോർക്കും കൂടുതലായിരുന്നു, 225 പൗണ്ട് ഫീറ്റ് ടോർക്കും ഉണ്ട്. അതായത് 20 ഹോഴ്സ് പവറും കൂടുതൽ, 45 പൗണ്ട് ഫീറ്റ് ടോർക്കും കൂടുതൽ. 5.2 ലിറ്റർ പെർ 100 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൾക്കാർ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഹൈബ്രിഡിന് തത്തുല്യമായിട്ടുള്ള അതിനും മികച്ച് നിൽക്കുന്ന ഒരു ഗ്യാസ് മൈലേജാണ്. ഈ 1.5 ലിറ്റർ എൻജിൻ ലോകത്തിലെ തന്നെ ആദ്യത്തെ VC എൻജിൻ എന്ന് തന്നെ പറയാം. വേരിയബിൾ കംപ്രഷൻ എന്നാണ് VC എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ എൻജിനിലെ, അതായത് നോർമൽ എൻജിനിൽ വരുന്ന ബാലൻസർ ഷാഫ്റ്റുകൾ ഈ ടൈപ്പ് എൻജിൻസിൽ ഇല്ലെന്ന് തന്നെ പറയാം. പകരം ഒരു കോംപ്ലക്സ് മൾട്ടി ലിങ്കേജ് സിസ്റ്റമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇത് ബാലൻസർ ഷാഫ്റ്റുകളുടെ ആവശ്യം തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, പല രീതിയിലുള്ള കംപ്രഷൻ റേഷ്യോസ് ഈ ഒരു ഡിവൈസ് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിച്ചെടുക്കും. ഉദാഹരണത്തിന് ഹൈ RPM അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കാല് കൊടുക്കുമ്പോൾ കംപ്രഷൻ റേഷ്യോ ഇച്ചിരി കുറഞ്ഞിട്ട് നല്ലൊരു എനർജി ബൂസ്റ്റ് കൊടുക്കാനും, ലോവർ RPMൽ ഹയർ കംപ്രഷൻ റേഷ്യോയിൽ നല്ല എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാനും ഈ എഞ്ചിന് സാധിക്കും. അത് മാത്രമല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് പോർട്ട് ആൻഡ് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഈ VC എഞ്ചിനുകളിൽ നിസാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് നല്ല രീതിയിൽ എഫിഷ്യൻസി തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് 900 കിലോമീറ്റർ വരെയും ഹൈബ്രിഡ് അല്ലാത്ത ഈ വണ്ടി ഫുൾ ടാങ്ക് ഗ്യാസിൽ, വെറും 55 ലിറ്ററുള്ള ഫുൾ ടാങ്ക് ഗ്യാസിൽ ചെന്നെത്തുന്നത്. ഈ 19 ഇഞ്ച് അലോയ് വീൽ വരുന്നത് പ്ലാറ്റിനം ഓപ്ഷനിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാറ്റിനം ട്രിമ്മിൽ 2 ഓപ്ഷനുണ്ട്, ഒന്ന് ടെക് പാക്കേജും ഒരെണ്ണം നോർമൽ പ്ലാറ്റിനം. ഈ ടെക് പാക്കേജ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ, റോഗ് പ്ലാറ്റിനത്തിൽ 2 ആൻറ്റിന വരുന്നുണ്ടെങ്കിൽ അത് ടെക് പാക്കേജാണ്. അത് മാത്രമല്ല, സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൊരു സെൻസർ നമുക്ക് കാണാൻ പറ്റും. ഇത് ഡ്രൈവറിൻ്റെ ഫറ്റീഗ് തിരിച്ചറിയാനും ഡ്രൈവറിൻ്റെ ടയേർഡാണോ കണ്ണടച്ചുകൊണ്ടൊക്കെയാണോ ഓടിക്കുന്നതെന്ന് അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു സെൻസറാണ്. പിന്നെ 2.0 പ്രോ പൈലറ്റ് എന്ന് പറയുന്നതും പ്ലാറ്റിനം ടെക് പാക്കേജിൽ അവൈലബിൾ ആണ്. എന്താണ് പ്രോ പൈലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിസാൻ്റെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിനെ വിളിക്കുന്ന പേരാണ് പ്രോ പൈലറ്റ് അസിസ്റ്റ് എന്ന് പറയുക. ക്രൂസ് കൺട്രോൾ ബേസ്ഡ് റിമോട്ട് അവൈലബിൾ ആണെങ്കിലും പ്രോ പൈലറ്റ് എന്ന് പറയുന്ന സാധനം SV എന്ന് പറയുന്ന സെക്കൻഡ് റിമോട്ടാണ് അവൈലബിൾ ആകുന്നത്. സോ താക്കോൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇതിനകത്ത് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ടും എല്ലാം ഉള്ളതാണ്. റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് നമുക്ക് പല രീതിയിൽ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ നിസാൻ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വണ്ടിയിലെ ഹോൺ അടിക്കാനും ലൈറ്റ് കളിക്കാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ഹീറ്റിങ്ങും കൂളിങ്ങും കിലോമീറ്ററും എല്ലാം മോണിറ്റർ ചെയ്യാനും ഒക്കെ പറ്റും. ട്രങ്ക് തുറക്കാനായിട്ടും പല ഓപ്ഷൻസ് ഉണ്ട്. ട്രങ്ക് നമുക്ക് കീ ഫോബിലെ കീ വെച്ച് തുറക്കാൻ പറ്റും. നമുക്ക് കീ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാല് വെച്ച് ആക്ഷൻ കാണിച്ചും ട്രങ്ക് തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പ്ലാറ്റിനത്തിലും SLലും മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ നോർമൽ ബട്ടൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു പ്രൈവസി സ്ക്രീനും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാം. 60-40 സ്പ്ലിറ്റാണ് സീറ്റിലുള്ളത്. ഇത് ഫ്ലാറ്റായിട്ട് അങ്ങോട്ട് മടങ്ങിയിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ കാർഗോ ഏരിയ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിവിഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് നേരെ ഇങ്ങനെ കുത്തി നിർത്താം. അപ്പോൾ എന്തെങ്കിലും ഉരുണ്ടു പോകുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങിരുന്നോളും. ഇതിപ്പോൾ ഒരു തടസ്സമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, പക്ഷേ ഇത് റിമൂവബിൾ സാധനമാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഹിഡൻ സ്റ്റോറേജും കൂടി ഉണ്ടെന്ന് പറയാം. കാശോ മറ്റോ ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒളിപ്പിച്ച് വെക്കാനും പറ്റും. ഇനി ബാക്ക് സീറ്റിലോട്ട് പോയി കഴിയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെസ്റ്റ്നട്ട് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ
ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ടോണിലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടായിരിക്കുന്നത്. ഫുൾ ബ്ലാക്കിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതാണ്. പക്ഷേ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇനി നമുക്കൊരു പ്രൈവസി കർട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. SV മിഡ്നൈറ്റ് തൊട്ട് തന്നെ ഇത് അവൈലബിൾ ആണ്. ബാക്കിലത്തെ സീറ്റ് ഹീറ്റഡ് ആണ്. ബാക്കിലെ പാസഞ്ചേഴ്സിന് സെപ്പറേറ്റ് ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സീറ്റിൽ ചെറിയൊരു റിക്ലൈനിങ് ഫംഗ്ഷനും ഉണ്ട്. ഒരു ലോങ് ജേണിയിലൊക്കെ കണ്ടോ, ഈ ഒരു ഡിഫറൻസ് ആണ് റിക്ലൈനിങ്ങിൽ വരിക. ഇനി ഡ്രൈവർ സീറ്റിലോട്ട് കയറുമ്പം തന്നെ നമുക്ക് കണ്ടോ മെമ്മറി സീറ്റ്സ് മാത്രമല്ല മിററും മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ 2 പേര് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി സീറ്റും മിററും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അവരുടെ മെമ്മറി എങ്ങനെ ഞെക്കി വെച്ചാൽ മതി. ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം തന്നെ ഇതിലുണ്ട്. വളരെ വലിയൊരു 12.3 ഇഞ്ച് സ്ക്രീനാണ് SLലും പ്ലാറ്റിനത്തിലും വരിക. നോർമൽ സ്ക്രീൻ 8 ഇഞ്ചൊക്കെ വരുമ്പോൾ ഈ 12.3 ഇഞ്ച് സ്ക്രീനിൽ ഇൻബിൽറ്റ് ഗൂഗിൾ മാപ്പ് ഉണ്ട്. അലക്സയും ഇൻബിൽറ്റ് ആണ്. ഇതിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഡിവൈസുകൾ വരെ ആമസോൺ അലക്സ ഉപയോഗിച്ച് വീട്ടിലെ ഫാനും ലൈറ്റും ഒക്കെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്മൾ ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് പോകാനും ഒക്കെ ഇതിൽ എളുപ്പം പറ്റും. ഇനിയുള്ളത് ഈ ക്യാമറയാണ്, 360 ക്യാമറ. ഇതിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ ടെക് പാക്കേജ്, പ്ലാറ്റിനത്തിലെ ടെക് പാക്കേജിലോട്ട് പോകുമ്പം ഇത് ഇച്ചിരൂടെ ക്വാളിറ്റിയുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് നമ്മുടെ 360 ക്യാമറയിൽ വരിക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് പല രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഫ്രണ്ട് മാത്രമായിട്ടും പിന്നെ 3D വ്യൂവിൽ ഓരോ ക്യാമറയിൽ ഓരോ വിഷ്വൽ നമുക്ക് വണ്ടിയുടെ വരുത്താനായിട്ട് പറ്റും. 12.3 ഇഞ്ചിൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു റോളറും ഉണ്ട്. ലെയിൻ സെൻറ്ററിങ്ങിനൊക്കെ ആയിട്ടുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന വഴി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. ഇനി പ്ലാറ്റിനത്തിലെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം. ഓഡിയിലെയും BMW ബോസും റോഗിലെ ബോസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നാലും നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ വണ്ടിയിൽ ലഭ്യമാണ്. ഇനി പാനോരമിക് സൺറൂഫ്. നിസാൻ ഫീച്ചേഴ്സ് നല്ലപോലെ തന്നെ വാരിക്കോയി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ട്രിം തൊട്ട് ഈ പാനോരമിക് സൺറൂഫ് അവരുടെ റോഗ് ലൈനപ്പിലുണ്ട്. ഈ ഗ്ലാസ് ഫിക്സ്ഡ് ആണെങ്കിലും ഇത് നമുക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ബാക്കിൽ എത്തിക്കഴിയുമ്പോൾ ട്രൈ ക്ലൈമറ്റ് സോൺ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഡ്രൈവർക്ക് സെപ്പറേറ്റ്, പാസഞ്ചറിന് സെപ്പറേറ്റ്, ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സിന് പിന്നെ സെപ്പറേറ്റ്. ഇവിടെ ബാക്കിലത്തെ ടെമ്പറേച്ചർ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. ബാക്കിലെ സീറ്റ്സ് ഹീറ്റഡ് ആണ്, അതാണ് ഈ കാണുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ലെഗ് റൂം ആൻഡ് ഹെഡ് റൂം ആണ്. ഇപ്പം ഞാനിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. സ്റ്റിൽ എനിക്ക് ആവശ്യത്തിലധികം ലെഗ് റൂം ഉണ്ട്. നല്ല ഹെഡ് റൂമും എനിക്ക് മിച്ചം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ നിരത്തുകളിൽ ഈ ഒരു വണ്ടിയായിരുന്നു 55-60 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ നിസാനിന് ഒരു ഫൈറ്റിംഗ് ചാൻസേലും ഉണ്ടായിരുന്നേനെ. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ്, കാനഡയിലും US ഒക്കെ കിട്ടുന്ന SV ട്രിം അല്ലെങ്കിൽ SV പ്രീമിയം ട്രിം കൊടുത്തിട്ട് 50-55 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ അവിടെ കരുത്തന്മാരായിട്ടുള്ള ഫോർച്യൂണറും ബാക്കി വാഹനങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിസാൻ സൗകര്യപൂർവ്വം മറക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിസാൻ റോഗ് വഴിയും അർമാദ വഴിയുമൊക്കെ പുതിയ മോഡലുകളും നിസ്മോ വേർഷൻസും ഈവൻ കാനഡയിൽ തന്നെ 2026 നിസാൻ്റെ റോക്ക് ക്രീക്ക് ട്രിം എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് ട്രിം വരെയും അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റുകളെ മാത്രം തഴയുന്ന ഈ ഒരു പർട്ടിക്കുലർ പരിപാടി നിസാൻ നിർത്തിയില്ലെങ്കിൽ വലിയ താമസമില്ലാണ്ട് ഒരു ഓർമ്മ മാത്രമായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.